അപ്പൊ തറവാട് ഏറ്റവും മുടിയല. തറവാട്ടിൽ ഇന്നുവരാരും നന്നായിട്ടില്ല. തറവാട് ആര് കൈവശം വെച്ചോ അത് മുടിയല. എന്താ ഇവിടെ ആർക്കും തൃപ്തിയായില്ല, എന്ത് കൊടുത്താലും തൃപ്തിയായില്ല. അപ്പോൾ തൃപ്തി ഇല്ലാത്ത വീട്ടിൽ എന്ത് കൊണ്ടുവന്നാലും എന്ത് ചെയ്താലും അവിടെ നികുതിയില്ല. അന്യൊരു മാട്ടുമാരനും ചെയ്തു എന്നല്ല കണക്കാക്കണ്ട്. ആ വീട്ടിൻ്റെ നിങ്ങൾ അളവ് പ്രകാരത്തിൽ അതിലെന്തെങ്കിലും കൂടെ കുറേ ചെയ്താൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്താലും കുറഞ്ഞുകൊണ്ടിരിക്കും. സ്ഥാനപ്പഴിവുകൾ നോക്കണം, അതിൻ്റെ അതൊക്കെ നോക്കണം. അങ്ങനെ പഴച്ചു കഴിഞ്ഞു പോയാൽ അതങ്ങനെ പിന്നെ അവിടെ നശിക്കും. ഒരവകാശങ്ങൾ 10 ആൾക്ക് ഒരു വീട് പങ്കുകൾ, ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും മുതൽ. അപ്പോൾ അങ്ങനെ നോക്കി എനിക്കും പുട വേണം, അതെങ്ങനെ നനക്ക് തരിക, അങ്ങനെ അപ്പം തന്നെ അവിടെ കലങ്ങൾ വന്നു. എഞ്ചിനീയറെ കണ്ടു, പ്ലാൻ വെച്ചു, വീട് കെട്ടി എന്ന് പറഞ്ഞു. ആ പ്ലാനും കുറ്റിയൊക്കെ റെഡിയാണ്. കണ്ടല്ല, ഒരു നൂലിന് കുറയെ ഒരു നൂലിന് കൂടെ ചെയ്തു പോയാൽ അവൻ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും കഞ്ഞിക്ക് വഴിയില്ലാത്ത നിലയിൽ ഇങ്ങനെ വരും. എന്ത് ചെയ്താലും പരാജയമാണ്. കുടിയിൽ ലാഭം ഞാനും എൻ്റെ വീട്ടുകാരും ഉമ്മയും ബാപ്പിയും ഭാര്യയും തല്ലുമാക്കാനും ലാഭമാണ്. കിടക്കാൻ എനിക്ക് തൊഴിലമില്ല. എൻ്റെ എത്തിക്ക് നിങ്ങൾ വരുമ്പോൾ എനിക്ക് 10 ഉറുപ്പിക കിട്ടാൻ എന്താ വഴിച്ച അതെ ഞാൻ പറയുള്ളൂ. എനിക്ക് 10 ഉറുപ്പിക കിട്ടാനുള്ള വഴി ഞാൻ പറയും. നിങ്ങളെ വിശ്വസിക്കാൻ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടാനും തരും. അതുകൊണ്ട് കാര്യമാകില്ല. സ്ഥാനപ്പഴിവുകൾ നോക്കണം, അതിൻ്റെ അതൊക്കെ നോക്കണം. അങ്ങനെ പഴച്ചു കഴിഞ്ഞു പോയാൽ അതങ്ങനെ പിന്നെ അവിടെ നശിക്കും. അങ്ങനെ ഒരു വയസ്സായ ഒരു വ്യക്തി ബഹുമാനിച്ചാലും അള്ളാഹു അല്ലെങ്കിൽ എന്താ പാപ്പ എവിടേക്കാ പോണ്? ചായ കുടിച്ചോ? പാപ്പ ഒരു ചായ കുടിക്കല്ലേ? ആ പാപ്പാൻ്റെ മനസ്സൊന്ന് തണുപ്പിച്ച് ഒരു ചായയൊക്കെ കുടിപ്പിച്ച് മനസ്സൊന്ന് തണുപ്പിക്കുമ്പോൾ എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പാപ്പാനോട് പറയുമ്പോൾ പേടിക്കണ്ട, അള്ളാഹു ഖൈർ ചെയ്യും എന്നൊരു വാക്ക് പറയണ്ടോ എന്ന് കിട്ടിയ നീ രക്ഷപ്പെട്ടു. ഇന്നതിന് സമയമല്ല. ഇന്ന് വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, കൂട്ടം വേണ്ട, കുടുംബം ആഡംബരങ്ങളാണ്. എവിടേക്കെന്ന് നമ്മൾ ആദ്യം നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് കാര്യം വെച്ചിട്ടാണ് ഇറങ്ങുക, അതേപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാര്യം വെച്ചിട്ടാണ് കയറുക. ഇതൊക്കെ പഴയ ചരിത്രങ്ങളാണ് കേട്ടോ. പണ്ടത്തെ ഞങ്ങളുടെ രീതിയിൽ കാരണന്മാർ പഠിപ്പിച്ച വഴികളാണ് അതേ നമുക്കറിയുള്ളൂ, അതാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇതിനൊക്കെ ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയാലോ, തെറ്റാണ് ചെയ്തത്. ഞാൻ ചെയ്ത ശരി അതും എനിക്കറിയാലോ. അതിന് തങ്ങളും മൊഴിച്ചവരൊക്കെ വേണോ? നമുക്ക് തന്നെ നമ്മൾ പറയുന്നത് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്തതും പറഞ്ഞതും ശരിയല്ലാതെ നമുക്ക് പരബോധ്യമായി. പിന്നെന്തിനോട് തങ്ങളെ കാണുന്നു? ഒരു കാര്യം, കുരുത്തക്കെട്ടുണ്ടാക്കിയതോ കുരുത്തില്ലാത്ത തീട്ടം തോട്ട വെട്ടോട്ടത്ത് പോലെ കുരുത്തക്കെട്ടുണ്ടാക്കണേനോ അതിനാണ് പറയുന്നത്. അങ്ങനെ അതിനെന്താണ് പറയുന്നത്? ഏതൊരു കാര്യത്തിലും പരാജയം എന്ന് പറയുന്നത് അത് പരപൂർണമായി നീ എന്നെ കാണുമ്പോൾ ഞാൻ ആ പരാജയത്തിന് എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കിടക്കുന്നത് നീ പറയാതെ എനിക്ക് പറയാൻ കഴിയും. അത് എൻ്റെ റബ്ബ്, എൻ്റെ മഹാനവറുകൾ അതിൽ കൂടെ ഞാൻ നീന്തി അവർ മരണപ്പെടുമ്പോൾ അവരെൻ്റെ ശരീരത്തെ റൂഹുകളാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ പറയുന്നത്. അപ്പം നീ എന്താണ് എനിക്ക് അറിവുണ്ടാവും, കഴിവുണ്ടാവും, അത് ചെയ്ത്താനാണ് എന്നാണ് പറയുക. അതായത് ചെയ്ത്താൻ പറയുന്നതാണോ നിങ്ങൾ പറയുക? ചെയ്ത്താനൊക്കെ എന്തൊക്കെ പറയും നിന്നോടകത്ത്? ചെയ്ത്താൻ എന്തൊക്കെ ചെയ്തു കൊടുത്ത് അത് ചെയ്ത്താനാണെന്ന് പറഞ്ഞു. ചെയ്ത്താന് ചെയ്ഹിന് തിരിച്ചറിയണം. ഞാൻ ചോദിക്കട്ടോ, ഒറ്റ വാക്ക്, ഈ നാവില്ലാത്തൊരു ജീവിയുണ്ട്, അതെന്താ ഒന്ന് പറഞ്ഞു തരുമോ?
എല്ലാ ജീവികൾക്കും നാവുണ്ട്. നാവില്ലാത്തൊരു ജീവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഇറക്കുന്നു. ആ ജീവി എന്ന് പറഞ്ഞു തന്നാൽ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ എൻ്റെ മുറബിയിൽ കൂടെ പഠിച്ചതാണ്. എങ്ങനെ നമ്മളെ മാത്രം പഠിച്ചാൽ പോരാ, ജീവാലയങ്ങളിൽ ഒരുപാട് ജീവാലയങ്ങളുണ്ട്. ആ ജീവാലയങ്ങളൊക്കെ നോക്കി ഓരോ എല്ലാ കാക്ക തനിയ ഒരു കുമ്പ് തൂങ്ങുള്ളൂ. ആവില് തന്നെ ഒരു കുമ്പ് തൂങ്ങും. കൊച്ചിയായിട്ട് നോക്കിയോ, ഓരോ ഐറ്റക്കാർ, ഓരോ പക്ഷികൾ, ഓരോ ഐറ്റക്കാർ ഓരോ ഐറ്റമായിട്ട് ഓരോരോ ഭാഗത്ത് കൂടുള്ളൂ. എല്ലാവരും കൂടിയിട്ട് പിന്നെ ഒരു വൈകിട്ട് എല്ലാവരും കൂടിയിട്ട് അവർ ഒരു അഞ്ചുറക്കലില്ല. ഓരോ ഭാഗക്കാരും അത് ചേർന്നവർ കാക്കയായി കൂടും, കൊച്ചിയായിട്ട് കൂടും, ഇങ്ങനെ പിന്നെ തത്തയായിട്ട് കൂടും. ഇങ്ങനെ ഓരോ വകുപ്പുകാരും ഇങ്ങനെ ഈ ഭൂമിയിൽ ഇറക്കി എല്ലാവരും കലർന്ന് ജീവിച്ചാലും ആ വൈകുന്നേരത്തൊക്കെ അതാത് ആൾക്കാർ അതാത് കൂട്ടിലെ പോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരാളിനെ ഏതൊക്കെ നിലയ്ക്ക് ഗതികെടുത്തറിയോ? ഏതൊക്കെ നിലയ്ക്ക് ഗതികെടുത്ത അവനെ ഇല്ലായ്മയാക്കാം. ആ ഇല്ലായ്മയാക്കാൻ ചെറിയ പണിയുള്ളൂ. അത് ഉണ്ടാക്കി വരാനാണ് വലിയ പണി. അപ്പം എന്ത് വേണം? ഒരു ഉപദേശം എന്തിനും വേണം. നമ്മളൊരു വീട് കുടിയിരിക്കുകയാണെങ്കിലും, ഒരു വീട് കയറ്റി കുടിയിരിക്കുകയാണെങ്കിലും, നമ്മൾ നാളെ വീട് കുടിയിരിക്കുന്ന ഉസ്താദുമാർ അതിന് അയലൊക്കെ വിളിച്ചു. അപ്പോൾ സുബൈക്ക് നമ്മളെ ആദ്യത്തെ ആ വീട്ടിലാണ് സുബൈക്ക് ബാങ്കുകാരും ഉണ്ടാകുന്നു. അവിടെ നമ്മൾ നല്ലൊരു ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണം അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുന്നു. അപ്പോൾ ആ വീട്ടിൽ യാതൊരു കുറ്റങ്ങളുമില്ല, ഭംഗിയാക്കി. ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ വീട്ടിൽ ഇരുന്ന മുതൽ അതൊരു 5-6 മാസം അല്ലെ ഒരു കൊല്ലം കഴിയുമ്പോൾ ആ വീട്ടിൻ്റെ നമ്മൾ ചെയ്യാറുള്ള തൊഴിലിൽ നിന്നൊക്കെ ഇങ്ങനെ കുറഞ്ഞു കൊണ്ടുവരുന്നു. വീട്ടിലിങ്ങനെ കലകൾ കൂടുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള നൂലാമാലകളൊക്കെ വരുന്നത് എന്തുകൊണ്ട്? അവരോ ആ വീട്ടിൽ എന്തെങ്കിലും അന്യോര് മാട്ടുമാരനും ചെയ്തു എന്നല്ല കണക്കാക്കണ്ട്. ആ വീട്ടിൻ്റെ നിങ്ങൾ അളവ് പ്രകാരത്തിൽ അതിലെന്തെങ്കിലും കൂടെ കുറേ ചെയ്താൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്താലും കുറഞ്ഞുകൊണ്ടിരിക്കും. അതെന്താണ്? എഞ്ചിനീയറെ കണ്ടു, പ്ലാൻ വെച്ചു, വീട് കെട്ടി എന്ന് പറഞ്ഞു. ആ പ്ലാനും കുറ്റിയൊക്കെ റെഡിയാ. പണ്ടല്ല, ഒരു നൂലിന് കൂടെ ചെയ്തു പോയാൽ അവൻ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും കഞ്ഞിക്ക് വഴിയില്ലാത്ത നിലയിൽ ഇങ്ങനെ വരും. അപ്പോൾ അതും നോക്കണം. അത് നമ്മുടെ വളപ്പ് ഉണ്ടാവുന്ന ഇരിക്കുന്ന വീട്, പെര, പറമ്പ്, വഴി ഇതൊക്കെ നോക്കിയിട്ട് വേണം പറയാൻ. അതറിയുന്നവരുണ്ട്. അത് നോക്കിയിട്ട് പറഞ്ഞിട്ട് വേണം ഏതിലാ കുറവിച്ച് ആ കുറവുകൾ തീർക്കാൻ. ചില ഖുർആനൊക്കെ ജീവമുള്ള സാധനമാണ്. അല്ലാഹുവിൻ്റെ ഖുർആനിയത്തിന് ജീവമുണ്ട്. ആ ജീവമുള്ള സാധനത്തിന് നമുക്ക് ഇവിടെ അത് മരിച്ചു കിടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാ എല്ലാ തൊഴിലും അതൊക്കെ പരാജയമാണെങ്കിൽ ആ പരാജയം വിജയിക്കാനും അതിനുള്ളതായ വഴികൾ അതൊക്കെ നോക്കി എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റബ്ബിനോട് പറയുകയാണ്, റബ്ബേ, ഇതൊന്നും ഞങ്ങൾ അറിയാത്തവരാണ്, ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കാത്തവരാണ്, ഞങ്ങൾ ചെയ്തു വരാനുള്ള എല്ലാ തൊഴിലും പരാജയമാണ്, എന്ത് ചെയ്താലും പരാജയമാണ്. കുടിയിൽ ലാഭം ഞാനും എൻ്റെ വീട്ടുകാരും ഉമ്മയും ബാപ്പിയും ഭാര്യയും തല്ലുമാക്കാനും ലാഭമാണ്, കിടക്കാൻ എനിക്ക് തൊഴിലമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് പോകുന്ന എന്നോടത്തുനിന്ന്
ഇന്നോടത്ത് ഏർപാടി ഇന്ന് കിട്ടിയ ദിക്ർ നടക്കുന്നുണ്ട്, അല്ല ഇന്നോടത്ത് ഇന്നത് നടക്കുന്നുണ്ട്, അല്ല ഇന്നോടത്ത് ഇന്ന കണക്ക് പറയുന്നുണ്ട്. ഇതൊന്നും കൊണ്ടൊന്നും ഇത് മതിയാകൂല. എൻ്റെ എത്തിക്ക് നിങ്ങൾ വരുമ്പോൾ എനിക്ക് 10 ഉറുപ്പ്യ കിട്ടാൻ എന്താ വഴിച്ച അതെ ഞാൻ പറയുള്ളൂ. എനിക്ക് 10 ഉറുപ്പ്യ കിട്ടാനുള്ള വഴി ഞാൻ പറയും. നിങ്ങളെ വിശ്വസിക്കാൻ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടാൻ തരും. അതുകൊണ്ട് കാര്യമാകില്ല. സ്ഥാനപ്പഴിവുകൾ നോക്കണം, അതിൻ്റെ വഴിയൊക്കെ നോക്കണം. അങ്ങനെ പഴച്ചു കഴിഞ്ഞു പോയാൽ അതങ്ങനെ പിന്നെ അവിടെ നശിക്കും. അതിന് യാതൊരു സംശയം വിചാരിക്കണ്ട, അത് നശിക്കുക. മനസ്സിലായോ? അപ്പം അതെന്താ, എങ്ങനെ പഴച്ചു, എന്താണ് പരാജയം, ഞാൻ എന്ത് ചെയ്താൽ എന്താ നേരാകത്തത് എന്നുള്ള റൗണ്ടുകളൊക്കെ നമുക്ക് തിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ അറിയുന്ന ഞാൻ മാത്രമല്ല കേട്ടോ, ഇതൊക്കെ അറിയുന്നവനുണ്ട്. ഞാൻ മാത്രമല്ല, എന്നെ പോലെ അറിയുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രായം ചെന്നവരെയൊക്കെ കണ്ട് ആ വഴികളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലേക്ക് അള്ളാൻ്റെ റസൂലെല്ലാം പൂർത്തിയാക്കി തന്നതല്ലേ. ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം പൂർത്തിയാക്കി നമ്മളുടെ ഏൽപ്പിച്ചിട്ട് ഇപ്പം ഞാൻ കച്ചവടം ചെയ്ത് പൊളിഞ്ഞു, ഞാൻ ഇങ്ങനെയായി ആനയായി ചേന എന്നൊക്കെ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ അള്ളാൻ്റെ റസൂലെല്ലാം പരിപൂർണമാക്കി പൂർത്തീകരിച്ചിട്ട് ആ ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ വാങ്ങി വന്നവരാ. എവിടെ പോയി, എവിടെ കടഞ്ഞു? അപ്പം അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് ആ ചെക്ക് ചെയ്യാനും അറിയുന്നതിനും എത്ര ഉസ്താദന്മാർ എല്ലാ ഭാഗത്തും ഉണ്ട്. എന്താ ഇതൊക്കെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലാ നമ്മളെ പഠിപ്പിച്ച്, മനസ്സിലായോ? അള്ളാൻ്റെ റസൂലാ പഠിപ്പിച്ച്. ആ പഠനം നമ്മൾ തെറ്റിപ്പോകുമ്പോൾ, ആ വഴികൾ തെറ്റിപ്പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ പരാജയമാണ്. എന്നിട്ട് അവരിത് ചെയ്തു, മറ്റവരിന് അത് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് മല്ലാക്കാരും തങ്ങണിയും കാണാൻ പോയിട്ട് കാര്യമില്ല. ഇല്ല. ആദ്യം ഇതൊക്കെ നമ്മുടെ വരുന്ന അതിനകത്ത് അതാണ് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്ന വളപ്പ്, വീട്, പറമ്പ്, ഒരവകാശങ്ങൾ. 10 ആൾക്ക് ഒരു വീട് പങ്കുകൾ, ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും മുതൽ. അപ്പോൾ അങ്ങനെ നോക്കി എനിക്ക് ഇവിടെ വേണം, അതെങ്ങനെ നിനക്ക് തരിക, അങ്ങനെ. അപ്പം തന്നെ അവിടെ കലങ്ങൾ വന്നു. അപ്പോൾ കലങ്ങൾ വന്നപ്പോൾ ഞാനൊരു അതിൽ ഒതുക്കുന്നായി. അപ്പോൾ തറവാട് ഏറ്റവും മുടിയല. തറവാട്ടിൽ ഇരുന്നവരാരും നന്നായിട്ടില്ല. തറവാട് ആര് കൈവശം വെച്ചോ അത് മുടിയല. എന്താ, ഇവിടെ ആർക്കും തൃപ്തിയായില്ല.